മകന് ഇഷ്ടദാനം നൽകിയ പുരയിടം തനിക്ക് തിരികെ വേണം. ആ ആവശ്യം മകൻ നിരസിച്ചാൽ എന്തു ചെയ്യും? ഈ പിതാവ് ചെയ്തത് ഞെട്ടിക്കുന്ന കാര്യമാണ്. മകനെയും മരുമകളെയും അവരുടെ 16ഉം 14ഉം വയസ്സുള്ള 2 പെൺമക്കളെയും ചേർത്ത് ചുട്ടുകൊന്നു. അതെ, ക്രൈം സീനിൽ നമ്മൾ ഇന്ന് പറയുന്നത് ചീനിക്കുഴി കൊലപാതക കേസിനെ കുറിച്ചുള്ള സംഭവകഥകളാണ്. സ്വത്തിന്റെ പേരിൽ സ്വന്തം മകനോടും കുടുംബത്തോടുമുള്ള ഹമീദ് എന്ന് പറയുന്ന പിതാവിന്റെ തീരാപ്പകയുടെ കഥയാണ് ചീനിക്കുഴി കൊലപാതകം. മകന് ഇഷ്ടദാനം നൽകിയ 58 സെന്റ് പുരയിടം തിരികെ വേണമെന്നുള്ള ആവശ്യമാണ് ഹമീദ് ഉന്നയിച്ചത്. എന്നാൽ ചീനിക്കുഴിയിൽ പലചരക്ക് കട നടത്തിയിരുന്ന മകനായ മുഹമ്മദ് ഫൈസലിന് ഈ ആവശ്യം അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതിന് കാരണങ്ങളും ഏറെയുണ്ട്. പിതാവിന്റെ സഞ്ചാരം നേർവഴിയേ അല്ലായിരുന്നു എന്ന് ഈ മകന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്തായാലും ഈ ആവശ്യം നിരസിച്ച മകനെയും മരുമകളെയും 2 പെൺമക്കളെയും ഹമീദ് ചുട്ടുകൊല്ലുകയാണ്. 2022 മാർച്ച് 19-നാണ് ഇടുക്കിയെ ഞെട്ടിച്ചുകൊണ്ട് ഈ കൊലപാതക വാർത്ത പുറത്തു വരുന്നത്. ഒടുവിൽ 3 വർഷങ്ങൾക്ക് ശേഷം കേസിൽ ഹമീദ് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി. ചീനിക്കുഴിയിൽ പലചരക്ക് കട നടത്തുകയായിരുന്നു മുഹമ്മദ് ഫൈസൽ. ഭാര്യ ഷീബ, മക്കളായിട്ടുള്ള മെഹർ, അസ്ന, ഇവരെയാണ് ഈ 4 പേരെയുമാണ് ഹമീദ് എന്ന് പറയുന്ന പിതാവ് ചുട്ടുകൊന്നത്. മകനും കുടുംബവും യാതൊരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നു തന്നെ കരുതി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ആണ് ഈ കൊലപാതകം ഹമീദ് നടത്തുന്നത്. രക്ഷപ്പെടാനായി ഫൈസലും ഭാര്യയും മക്കളും അലറി വിളിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. അയൽക്കാർ ഓടിയെത്തുമ്പോഴേക്കും പിന്നീട് കാണുന്നത് കുളിമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഈ 4 പേരുടെ മൃതദേഹങ്ങളാണ്. ചീനിക്കുഴിയിൽ മെഹറിൻ സ്റ്റോഴ്സ് എന്ന പേരിൽ പലചരക്ക് കട നടത്തുകയാണ് മുഹമ്മദ് ഫൈസൽ. കൊലപാതകം നടന്ന വീട് ഉൾപ്പെടെയുള്ള 58 സെന്റ് സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് ഹമീദ് ഫൈസലിന് ഇഷ്ടദാനമായി നൽകുകയാണ് ചെയ്തത്. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. മരണം വരെ ആദായവും ചെലവിനും നൽകണമെന്നായിരുന്നു. എന്നാൽ 3 നേരം മീനും ഇറച്ചിയും അടങ്ങുന്ന ഭക്ഷണം കിട്ടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഹമീദ് നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്ക് മൂത്ത ഒരു നാൾ മകന് താൻ നൽകിയ സ്വത്ത് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ തൊടുപുഴ മുൻസിഫ് കോടതിയിൽ കേസും നൽകി. ഇതുമാത്രമല്ല ചെയ്തത്, ജീവിത ചെലവിന് പണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബ കോടതിയിലും ഹമീദ് കൊണ്ടുപോയി കേസ് കൊടുത്തു. സ്ഥലം തിരികെ നൽകിയില്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ അഴിച്ച് തീ വെച്ച് കൊല്ലുമെന്ന് ഹമീദ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഫൈസൽ 2022 ഫെബ്രുവരി 25-ന് കരിമണ്ണൂർ പോലീസ് പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം ഫൈസലും ഭാര്യയും 2 മക്കളും വീടിന്റെ ഒറ്റ മുറിയിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. ഹമീദ് മറ്റൊരു മുറിയിലും താമസിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ട് ഇറങ്ങിപ്പോയ ആളാണ് ഹമീദ്. പല സ്ത്രീകൾക്കൊപ്പവും മാറി മാറി താമസിച്ചു കൊണ്ടിരുന്ന ഒരാൾ. മറ്റൊരു സ്ത്രീയോടൊപ്പം 20 വർഷത്തോളം ഇടുക്കിയിൽ തന്നെ കരിമ്പനിൽ താമസിച്ചിരുന്ന ഹമീദ് 2019-ലാണ് തിരികെ മകന്റെ അടുത്തേക്ക് എത്തുന്നത്. സ്വന്തം പേരിൽ ഏതാണ്ട് 65 സെന്റ് സ്ഥലവും ബാങ്കിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപ നിക്ഷേപവും ഹമീദിന് ഉണ്ടായിരുന്നുവെന്ന് ഇതിനിടയിൽ മറ്റൊരു മകനായിട്ടുള്ള ഷാജി പറയുകയും ചെയ്തിരുന്നു. മക്കൾ പരിചരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഹമീദ് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതിയും നൽകിയിരുന്നു. സ്വത്ത് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെ മാറി മാറി പരാതിയും നൽകി. എന്നാൽ കമ്മീഷൻ നേരിട്ടെത്തി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഹമീദിന് ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതായത് മക്കൾ നോക്കാതിരിക്കുന്നില്ല, താമസ സൗകര്യവും ഭക്ഷണവും വസ്ത്രവും എല്ലാം കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കമ്മീഷന് ബോധ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം ബോധ്യപ്പെട്ട് കമ്മീഷൻ പോയ ശേഷവും ഹമീദിന് സ്വത്തിന്റെ കാര്യത്തിലുള്ള പക
അവസാനിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. പ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് മീനും ഇറച്ചിയും കൂട്ടി എന്നും 3 നേരവും ഭക്ഷണം വേണം എന്നതായിരുന്നു. പുരയിടവും സ്വത്തും തിരികെ നൽകിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരെയും തീ വെച്ച് കൊല്ലുമെന്ന് പലവട്ടം ഹമീദ് ഭീഷണിയും മുഴക്കിയിരുന്നു. അവസാന കാലം വരെ നല്ല ഭക്ഷണം കഴിക്കണമെന്നും ഇപ്പോൾ ജയിലിൽ മട്ടൻ ഉണ്ട് എന്നൊക്കെയും അതുകൊണ്ട് താൻ അതിനുള്ള വഴി നോക്കുമെന്നും ഒക്കെയായിരുന്നു ഹമീദിന്റെ ഈ ഭീഷണി. ഈ സംഭവം നടക്കുന്ന, ഈ കൃത്യം നടക്കുന്ന ദിവസവും ഹമീദ് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മകനെയും കുടുംബത്തെയും വകവരുത്താനുള്ള പദ്ധതി ഹമീദ് ആസൂത്രണം ചെയ്യുന്നത്. ചീനിക്കുഴി ഭാഗത്ത് പെട്രോൾ പമ്പുകൾ ഇല്ലാത്തതുകൊണ്ട് ഫൈസൽ പലചരക്ക് കടയിൽ പെട്രോൾ കുപ്പികളിലാക്കി വിൽപ്പന നടത്തുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഇതിനായി വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പികളാണ് ഹമീദ് സ്വന്തം മകനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചത്. ആരുമില്ലാത്ത സമയത്ത് രാത്രി ഹമീദ് ഈ പെട്രോൾ കുപ്പികളിൽ തിരിയിട്ട് പെട്രോൾ ബോംബുകൾ ഉണ്ടാക്കി. ഇത്തരത്തിൽ 10-ലധികം പെട്രോൾ ബോംബുകളാണ് തയ്യാറാക്കി സൂക്ഷിച്ച് വച്ചിരുന്നത്. തുടർന്ന് എല്ലാവരും ഉറങ്ങിയതോടുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഹമീദ്. തീ പിടിച്ചാൽ വേഗം അണയ്ക്കാതിരിക്കാനും ആരും രക്ഷപ്പെടാതിരിക്കാനുമുള്ള എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ ഈ ക്രൂരനായ പിതാവ് നടത്തി. ഇതിനു വേണ്ടി ആദ്യം ചെയ്തത് ആ വീട്ടിലെ എല്ലാ പൈപ്പ് ലൈനുകളും കണക്ഷൻ വിച്ഛേദിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഫൈസലും കുടുംബവും കിടന്നുറങ്ങിയ മുറിയുടെ വാതിൽ പുറത്തു നിന്ന് പൂട്ടുക കൂടി ചെയ്തു. തുടർന്ന് ഈ മുറിക്കുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് മാത്രമല്ല, തീ ആളിപ്പടരാനായിട്ട് നേരത്തെ തയ്യാറാക്കിയ പെട്രോൾ കുപ്പികൾ ഓരോന്നായിട്ട് വീടിനുള്ളിലേക്കും ഫൈസലിന്റെ മുറിയിലേക്കും വലിച്ചെറിയുകയും ചെയ്തു. ഇതിനിടെ ഫൈസലിന്റെ മകൾ മെഹറിൻ അയൽക്കാരനായ രാഹുലിനെ വിളിച്ച സംഭവം പറഞ്ഞതോടുകൂടിയാണ് ഈ വിഷയം പുറത്തേക്കറിയുന്നത്. ഓടിവായോ അങ്കളെ, ഞങ്ങളെ രക്ഷിക്കണേ എന്നായിരുന്നു ആ മോള് രാഹുലിനെ വിളിച്ച് പറഞ്ഞത്. ഇത് കേട്ടയുടൻ തന്നെ രാഹുൽ വീട്ടിൽ നിന്ന് താഴെയുള്ള ഫൈസലിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി. ഹമീദ് അടച്ചുപൂട്ടിയ മുൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തെത്തി. അപ്പോഴും തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വീട്ടിൽ ആകമാനം പെട്രോളിന്റെയും പുകയുടെയും ഒക്കെ രൂക്ഷമായ ഗന്ധം. എന്നിട്ടും ധൈര്യം കൈവിടാതെ രാഹുൽ അകത്തേക്ക് കയറി. എന്നിട്ട് ഫൈസലിന്റെ കിടപ്പുമുറി ചവിട്ടി തുറന്നു. ഈ സമയം പിൻവാതിൽ വഴിയെത്തിയ ഹമീദ് പെട്രോൾ നിറച്ച 2 കുപ്പികൾ കൂടി രാഹുലിന്റെ, അതായത് സ്വന്തം മകനെ രക്ഷപ്പെടുത്താൻ എത്തിയ അയൽവാസിയായ രാഹുലിന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. ഇതോടെ പ്രാണരക്ഷാർത്ഥം ഫൈസലും കുടുംബവും കുളിമുറിയിൽ കയറി. ഇതാണ് അവരെ രക്ഷപ്പെടുത്താൻ രാഹുലിന് കഴിയാതെ പോയത് എന്നാണ് കരുതുന്നത്. തീ ആളിപ്പടരുന്ന ഓരോ നിമിഷത്തിലും അവരുടെ രക്ഷപ്പെടാനായിട്ടുള്ള അലറി വിളികൾ മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. ഒടുവിൽ ആ വിളി കേൾക്കാതെയാകുന്നു. ഇത് മാത്രമല്ല, അവിടെ രക്ഷയ്ക്കായി എത്തിയ രാഹുലിനെ താഴേക്ക് തള്ളിയിടാനും ഹമീദ് എന്ന് പറയുന്ന ക്രൂരനായ പിതാവ് ശ്രമിക്കുകയും ചെയ്തു. തള്ളിയിടാൻ ശ്രമിച്ചതിന് ശേഷം ഹമീദ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും രാഹുലിന്റെ വീട്ടുകാരും മറ്റുള്ളവരെ വിളിച്ചുകൂട്ടി അങ്ങോട്ടേക്ക് ഓടിയെത്തി. പുറത്തുനിന്ന് പൈപ്പിട്ട് വെള്ളമൊഴിച്ച് തീ കെടുത്തിയപ്പോഴേക്കും ഫൈസലും പെൺകുഞ്ഞുങ്ങളും അടങ്ങുന്ന ആ കുടുംബം മരണത്തിൽ കീഴടങ്ങി. മഞ്ചിക്കലിൽ പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഈ കുടുംബത്തെ സ്വന്തം പിതാവ് തന്നെ ഇല്ലാതെയാക്കിയത്. പിതാവ് ഹമീദുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നതുകൊണ്ട് മാത്രമാണ് ഭാര്യ ഷീബയുടെ പേരില് മഞ്ചിക്കല്ലിൽ ഫൈസൽ സ്ഥലം വാങ്ങി വീട് പണി തുടങ്ങിയത് പോലും. ഏപ്രിൽ ആദ്യം തന്നെ ആ വീട്ടിലേക്ക് മാറി താമസിക്കണമെന്നുള്ള രീതിയിൽ അതിവേഗത്തിലായിരുന്നു ഈ വീടിന്റെ നിർമ്മാണം നടത്തിയത്. വെറും 6 ദിവസത്തെ ജോലികൾ മാത്രം അവശേഷിക്കെയാണ് ഫൈസലും കുടുംബവും കത്തിക്കരിഞ്ഞ് ഇല്ലാതെയാകുന്നത്. പുതിയ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അടക്കം ആ വീട്ടിലേക്ക് വേണ്ടുന്ന സകല സാധനങ്ങളും ഫൈസൽ സ്വരുക്കൂട്ടി വെച്ചു. കൂടാതെ പഴയ വീട്ടിൽ നിന്ന് തങ്ങൾ ഒന്നും എടുക്കുന്നില്ല എന്ന് അവർ ബന്ധുക്കളോടടക്കം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടേക്ക് കൂടുമാറും മുമ്പ് തന്നെ വിധി അവരെ തിരികെ വിളിക്കുകയാണ് ചെയ്തത്. പഠിച്ച് വലുതായി വലിയ ജോലിയൊക്കെ നേടണം എന്നായിരുന്നു മെഹറിന്റെയും
അസ്നയുടെയും ആഗ്രഹം. പഠനത്തിൽ മാത്രമല്ല, കലാപ്രവർത്തനത്തിലും ആയോധന കലയിലുമൊക്കെ അവർ മിടുക്കരായ കുട്ടികളായിരുന്നു. പക്ഷേ ലോകത്തെ അറിയാൻ ആഗ്രഹിച്ച ഈ മക്കളെ വിധി തട്ടിയെടുക്കുകയാണ് ചെയ്തത്. ആ തട്ടിയെടുക്കലിന് കാരണമായത് സ്വന്തം മുത്തച്ഛൻ തന്നെയാണ്. മുറിക്കുള്ളിൽ പാതി കത്തി ബാക്കിയായ അവരുടെ പാഠപുസ്തകങ്ങളും കാലിലണിഞ്ഞ കൊലുസും കളിപ്പാട്ടങ്ങളും എല്ലാം ഇന്നും നാട്ടുകാർക്കൊരു തീരാ നോവ് തന്നെ.